എനിക്ക് മമ്മൂക്കാനെ കാണണം, അല്ലെങ്കിൽ മമ്മൂക്കാനെ കണ്ട് സംസാരിക്കണം, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ മമ്മൂക്ക എന്നെ കാണുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ പേര് വിളിക്കണം. എന്തൊരു അത്യാഗ്രഹമല്ലേ. ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കമ്മീഷണർക്ക് എന്ത് വിശേഷമെന്നായിരിക്കാം, പക്ഷെ ഇതൊരു വലിയ വിശേഷമാണ്. അദ്ദേഹം കഥയും തിരക്കഥയും സംവിധാനവും ചെയ്തിരിക്കുന്ന സിനിമ ഫെബ്രുവരി 2 തിയേറ്ററിലെത്തുകയാണ്. ഫറൂഖ് ACP AM സിദ്ദിഖാണ് എനിക്കിപ്പോൾ ഉള്ളത്. LLB അല്ലേ? ഇതൊരു LLB എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന നിയമത്തിൻ്റെ LLB ആണോ അതോ? നിയമത്തിൻ്റെ LLB ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതേസമയം നമ്മൾ ഇതിനൊരു അബ്രിവിയേഷൻ കൊടുത്തിരിക്കുന്നത് ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്ന് കൂടിയാണ്. LLBക്ക് പഠിക്കാൻ വരുന്ന 3 പയ്യന്മാരുടെ കഥയാണ്. അതേസമയം അവരുടെ ഒരു ജീവിത കഥയും കൂടി ആയതുകൊണ്ട് നമ്മളതിൻ്റെ പൂർണ്ണരൂപം കൊടുത്തിരിക്കുന്നത് ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്നാണ്. ഇത് ഇപ്പോൾ സാറിൻ്റെ ആദ്യത്തെ സിനിമയാണോ അതോ മുൻപ് ചെയ്ത ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് അതല്ലാതെ സിനിമയായിട്ട് വരുന്ന ഒരു കൊമേഴ്ഷ്യൽ മൂവി എന്നുള്ള രീതിയിൽ? ഈ തിയേറ്ററിക്കൽ ആദ്യമാണ്. ഇതിനു മുമ്പ് ഞാനൊരു ആന്തോളജി OTTയിൽ ചെയ്തിരുന്നു. സദാശിവൻ്റെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു പോലീസുകാരൻ്റെ കഥ. ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ. അതൊരു 35 മിനിറ്റ്. വേറെ എൻ്റെ 2 സുഹൃത്തുക്കൾ വേറെ 2 ചെയ്തിരുന്നു. അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ആന്തോളജി ആയിട്ട് 3 നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ട്രീം എന്ന് പറഞ്ഞ OTTയിൽ റിലീസ് ചെയ്തു 2021. ശരിക്കും എന്താ ഈ ഒരു LLB എന്താ പറയുന്നത്? LLB 3 പയ്യന്മാരുടെ ജീവിതത്തിൽ അവർ LLBക്ക് പഠിക്കാൻ വരുന്ന 3 പയ്യന്മാർ. ആ പയ്യന്മാരുടെ ജീവിതത്തിൽ കഥ ശരിക്കും ക്യാമ്പസിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഏതാണ്ട് ഇൻ്റർവ്യൂവിലെ ക്യാമ്പസിലാണെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവവികാസങ്ങളാണ്. കഥ ഇൻ്റർവ്യൂവിന് ശേഷം ക്യാമ്പസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അവരുടെ വീടുകളിലേക്ക് പോകുന്നു. അതിൽ പിന്നെ ആ കുടുംബ പശ്ചാത്തലമായി ബേസ് ചെയ്തിട്ട് കഥ വീണ്ടും പോകുന്നു. അതിൽ കുറച്ച് ചുറ്റിക്കറങ്ങി തിരിച്ച് വീണ്ടും ക്ലൈമാക്സ് ഫിനിഷിംഗ് ലൈൻ എന്ന് പറഞ്ഞത് വീണ്ടും ക്യാമ്പസിലാണ്. ഈ എല്ലാ വർക്കും കഴിഞ്ഞു? ഇനി തിയേറ്ററിലെത്തേണ്ട ഒരു ഇതേ ഉള്ളൂ, ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു? ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. ഫൈനൽ മിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി പ്ലാറ്റ്ഫോമിൽ അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 2 or 3 ഡേയ്സിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ എല്ലാവർക്കും കഴിയുന്നു. ഒരു ടെൻഷനിലാണോ ഇപ്പോൾ നിൽക്കുന്നത്? എങ്ങനെയാ? ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം നമ്മളെ ആദ്യത്തെ ഒരു സംരംഭമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കുന്നത്. മറ്റേത് OTT ആണ്. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഒരു സംരംഭമാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഗുരുനാഥന്മാർ പറയും ആദ്യത്തെ സിനിമ ഏറ്റവും ലേറ്റായിട്ടേ ചെയ്യാവൂ എന്നുള്ളത്. കാരണം അത്രയും ഹോംവർക്ക് ചെയ്തോട്ടെ. ആദ്യം എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യാന്നുള്ളതല്ല, ആദ്യം ചെയ്യുന്ന സിനിമ എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളത്. ഒരു പക്ഷേ ഞാൻ 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. ഏതാണ്ട് 6 വർഷമായി ഇതിൻ്റെ പുറകിലുള്ള അധ്വാനം. ഞാൻ മാത്രമല്ല, എൻ്റെ സഹധർമ്മിണി മോനുൾപ്പെടെ നല്ല സമയത്ത് നല്ല അഡ്വൈസ് തന്നിട്ട് രാത്രി കൂടെ ഇരിക്കാനും സ്ക്രിപ്റ്റ് വർക്കിലൊക്കെ കൂടെ ഇരുന്ന് സഹായിക്കാനൊക്കെ അവരുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് തേച്ച് മിനുക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ ഏത് രീതിയിൽ ആണ് കാണുക എന്നുള്ള അറിയില്ല. ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളൊരു ഉത്തമ വിശ്വാസമുണ്ട്. ഇതിലാരൊക്കെ ഇപ്പോൾ ഇതിൽ തന്നെ കാണാം? ശ്രീനാഥുണ്ട്, വിശാഖുണ്ട്, അശ്വത്. ഇവർ 3 പേരാണോ ലീഡിങ് റോളിലുള്ളത്? അല്ലെങ്കിൽ 3 പേർക്ക് ഒരേ ക്യാരക്ടറാണോ അതോ? അങ്ങനെയല്ല, ഇതൊരു ശ്രീനാഥ് ബാസിയുടെ പടം തന്നെയാണ്. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാഥ് ബാസി തന്നെയാണ് ലീഡ് റോളിലെ പടം. പിന്നെ അശ്വത്തിനും വിശാഖനും അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. അനൂപ് മേനോനുണ്ട്, നമ്മൾ സുധീഷ് ഏട്ടനുണ്ട് കോഴിക്കോട്, പിന്നെ അതുപോലെ കോട്ടയം രമേശ്, പിന്നെ ശ്രീത്ത് രവി, സീമാജി നായർ. അതുപോലെ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടൻ മാമുക്കോയുടെ മകൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് ഈ സിനിമയിലാണ്. അദ്ദേഹത്തിനൊരു വളരെ ചെറിയ റോളാണെങ്കിലും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ പടത്തിന്. നായിക ഷൊർണൂറുള്ള കാർത്തിക സുരേഷ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അവരുടെ ഫസ്റ്റ് പടമാണ്. പിന്നെ വേറൊരു പ്രത്യേകത, ഒരുപക്ഷെ ഒരു മുഴുനീള ട്രാൻസ്ജെൻഡറിന് ഒരു റോള് കൊടുത്ത ഒരു പടം ഇതായിരിക്കും. സെക്കൻഡ് ഹീറോയിനായിട്ടാണ് നമ്മൾ അവരെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നാദിറ മെഹറിൻ എന്ന് പറഞ്ഞപ്പോൾ വളരെ ഫെയിമായിട്ടുള്ള നമ്മുടെ ഷോയിൽ ഫേമസ് ആയിട്ടുള്ള നാദിറ മെഹറിൻ, ബിഗ് ബോസിൽ ഫേമസ് ആയിട്ടുള്ള നാദിറ മെഹറിനാണ്. സത്യത്തിൽ അവർ ഷൂട്ട് നടക്കുന്ന സമയത്ത് ബിഗ് ബോസിലില്ല. അത് കഴിഞ്ഞ ഉടനെയാണ് ബിഗ് ബോസിലേക്ക് പോയത്. ഇതിപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഫറൂഖിലെ ACP ആണ്. നല്ല ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുകയാണ്. ഇതിനൊക്കെ ഉള്ള ഒരു സമയവും കണ്ടെത്തലൊക്കെ വലിയൊരു ടാസ്ക് ആയിരിക്കില്ലേ? അത് സംശയമല്ല. കാരണം ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇതിന് സമയം കണ്ടെന്ന് ശരിക്കും രാത്രി 11 മണിക്ക് ശേഷമാണ്. അപ്പോൾ നമ്മൾ വിശ്രമിക്കാനോ ഉറങ്ങാനുള്ള സമയം കട്ട് ചെയ്തിട്ട് ഇത് ചെയ്യുമോ? അതല്ലാതെ പകരം നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല. പിന്നെ ഒരിക്കലും സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഓഫീസിൽ കൊണ്ടുപോകുന്നൊരു പരിപാടിയോ ഓഫീസിലെ സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നൊരു പരിപാടിയോ ഇല്ല. ഫാമിലി ഓഫീസും തമ്മിൽ കൂട്ടിക്കുഴക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഇരുന്നിട്ടാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ 6 വർഷം ഇതിനെടുക്കാൻ കാരണം അതാണ്. രാത്രി ഇരുന്ന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് ഉറക്കൊഴിച്ചിരുന്ന് എഴുതിണ്ടാക്കിയൊരു സ്ക്രിപ്റ്റാണ്.
അതിനായിട്ടുള്ള ഒരു ഗുണം കിട്ടുമെന്ന് വിചാരിക്കുന്നു. സഹപ്രവർത്തകരൊക്കെ എങ്ങനെ പറയുന്നു? ഈ സിനിമ കാണാനുള്ള തയ്യാറെടുപ്പിലാണോ അവരും? ഇതിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ ഓഫീസിൽ എല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് സ്റ്റേഷൻ മൊത്തം ഉണ്ട്. എൻ്റെ ഓഫീസിൽ എല്ലാവരും അഭിനയിച്ചിട്ടാണ്. എല്ലാം നമ്മൾ പ്രോപ്പർ ചാനലിൽ പെർമിഷൻ വാങ്ങി, ഹോം സെക്രട്ടറിയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട്, ഞങ്ങൾക്കും അത് എനിക്ക് സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണം, സ്ക്രിപ്റ്റ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ, പിന്നെ നമുക്ക് പിന്നെ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് പെർമിഷൻ വാങ്ങിക്കണം, അഭിനയിക്കണമെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണം. എല്ലാം ബഹുമാനപ്പെട്ട ഹോം സെക്രട്ടറിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഓരോന്നിനും നമ്മളങ്ങനെ സെപ്പറേറ്റ് പെർമിഷൻ എടുത്തതിന് ശേഷമാണ് ഇത് ചെയ്തത്. എൻ്റെ ഓഫീസിൽ എല്ലാവരും ഇതിൽ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടാണ്. കാരണം നമ്മളിതിനു വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവർക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് ഒരു തരത്തിൽ നിന്നും അങ്ങനെ ഒരു റിജക്ഷൻ ഉണ്ടായില്ല എന്നുള്ളത് പിന്നെ ശരിക്കും ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും പാളിച്ച് വരുത്താതെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കാം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്ത് വിട്ടു. അങ്ങനെ ഇതൊരു സ്വപ്നമാണ് ശരിക്കും. ഈ ഫിലിം എന്ന് പറയുന്നതായിരുന്നു സാറിൻ്റെ സ്വപ്നം. ഈ പോലീസ് ആവുന്നതിൻ്റെ ആ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ പഠനമൊക്കത്തിനിടയിലും ഇതൊരു സ്വപ്നമായിട്ട് തന്നെ കൊണ്ടെടുക്കുകയായിരുന്നു. ശരിക്കും എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ സിനിമ ഭയങ്കര പാഷനായിരുന്നു ചെറുപ്പത്തിൽ. നമ്മളൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അങ്ങനെ ഞങ്ങളൊരു ഫാമിലിയായിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ അച്ഛനും അമ്മയായിട്ട് ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ക ഓർത്തഡോക്സ് ഫാമിലിയാണ്. അങ്ങനെ ഏതാണ്ട് പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പോൾ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയും? പ്രിയപ്പെട്ട നമ്മുടെ എന്താ പറയുക നടൻ മമ്മൂക്ക എന്നെ കാണുമ്പോൾ തിരിച്ചറിയണം. എനിക്ക് മമ്മൂക്കാനെ കാണണം, അല്ലെങ്കിൽ മമ്മൂക്കാനെ കണ്ട് സംസാരിക്കണം, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ മമ്മൂക്ക എന്നെ കാണുമ്പോൾ തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ പേര് വിളിക്കണം. എന്തൊരു അത്യാഗ്രഹമല്ലേ? നടന്നോ? പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യൻ. അന്നത്തെ കാലത്ത് ഒരു അത്യാഗ്രഹമായിരുന്നു. പിന്നീടുള്ള ലൈഫിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് 5ലാണോ 4ലാണോ എന്നറിയില്ല, തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകാൻ എന്നെ മാത്രം വീട്ടിൽ നിന്ന് ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട്. അപ്പോൾ അന്നായിരുന്നു മണ്ണാർക്കാടാണ് ഷൂട്ട്. എൻ്റെ വീട് മണ്ണാർക്കാടാണ്. അപ്പം മമ്മൂക്കാനെ കാണാൻ ഏറ്റവും നല്ലൊരു ചാൻസ് ഇരുന്നത് അത് നഷ്ടപ്പെട്ടു. പിന്നെ പോലീസിൽ വന്നതിന് ശേഷം ഫയർമാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ചിറ്റൂർ വന്നിട്ടാണ് ഈ മനുഷ്യനെ ആദ്യമായിട്ട് കാണാനുള്ളൊരു അവസരം ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് മുമ്പ് തന്നെ ഞങ്ങൾ ഈ ഫോണിൽ കൂടി പരിചയപ്പെട്ട് പുള്ളി അപ്പോയിൻമെൻറ്റ് തന്ന് അവിടെ ചെന്നപ്പോൾ നമ്മളെ പേരെടുത്ത് അഭിസംബോധന ചെയ്ത് അന്നത്തെ ആ സ്വപ്നം ഇപ്പോൾ എന്താ പറയുക സഫലമായി എന്നുള്ളത് അതൊരു സ്വപ്നമായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം നമ്മളെ കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഞാൻ അന്ന് ഉള്ള എൻ്റെ അത്യാഗ്രഹമായിരുന്നു നമുക്ക് എന്നെ കാണുമ്പോൾ തിരിച്ചറിയണം എന്നുള്ളത്. പുള്ളി നായകനൊക്കെ ഒരു സിനിമ മനസ്സിൽ പ്ലാൻ ഉണ്ടോ? ആർക്കാണ് ഈ ലോകത്ത് പ്ലാനില്ലാതിരിക്കുക? മമ്മൂക്കാനെ വെച്ചൊരു സിനിമ ചെയ്യണം എന്നുള്ളത് അതൊരു അത്യാഗ്രഹമല്ലേ. നമ്മളെപ്പോലെ ഒരു വ്യക്തിത്വം അങ്ങനെ ഇപ്പോൾ ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിനുള്ള വർക്ക് നടത്തുന്നുണ്ടോ? ഒരു ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ടോ? അദ്ദേഹത്തിന് പറ്റിയൊരു ക്യാരക്ടർ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ അതിപ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള എല്ലാവരുടെ കയ്യിലും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും മമ്മൂക്കാക്ക് വേണ്ടിയിട്ട്. കാരണം എല്ലാവരുടെയും ഒരു സ്വപ്നമല്ലേ മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെച്ചൊരു സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ സംവിധാനകല അല്പമെങ്കിലും പഠിച്ച ആളുകളുടെ ഒക്കെ ഒരു അത്യാഗ്രഹമാണ്. എൻ്റെ ഉൾപ്പെടെയുള്ള ഒരു അത്യാഗ്രഹമാണ് അദ്ദേഹത്തിന് വെച്ചിട്ട് ഒരു പടം എടുക്കുക, അല്ലെങ്കിൽ ലാലേട്ടനെ വെച്ചിട്ട് ഒരു പടം എടുക്കാനുള്ള അത്യാഗ്രഹം. അങ്ങനെ സ്ക്രിപ്റ്റ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല സിനിമാ ഫീൽഡിൽ. അപ്പോൾ ഒരെണ്ണം കയ്യിലുണ്ട് സാറും. എന്തായാലും നടക്കട്ടെ. സാറിൻ്റെ ഫാമിലി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്? എൻ്റെ വൈഫും മോനും ഇതിൽ നമ്മളെ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ നിർബന്ധപ്രകാരം ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അച്ഛനും പേരെന്താ? ആയാഷ്. ഇപ്പോൾ എത്ര സിനിമയിൽ അഭിനയിച്ചു? ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ആന്തോളജി മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ പപ്പാൻ്റെ LLBയിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ കുഞ്ചാക്കോ മാമൻ്റെ ഗിർ പറഞ്ഞ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒരു സോങ്ങിലും കുറച്ച് മുമ്പ് അഭിനയിച്ചു. ഫാമിലി മൊത്തമായിട്ടൊരു സിനിമയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അങ്ങ് പരിചയപ്പെടുത്താൻ വെച്ചാൽ ആ പേര് ഞാൻ ചോദിച്ചില്ല. സീനു. എങ്ങനെയുണ്ട് ഈ സിനിമയിലെ വേഷമൊക്കെ? ചെറിയൊരു വേഷം, പുള്ളി നിർബന്ധിച്ചുകൊണ്ട് മാത്രം പോയിരുന്നു. ചെറിയൊരു വേഷം. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ സിനിമയിൽ ഒപ്പം ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്തൊക്കെ എപ്പോഴുണ്ടായി. എങ്ങനെയുണ്ട്? ഞാൻ ഒപ്പം തന്നെയായിരുന്നു. അന്നൊന്നും അറിയില്ലായിരുന്നു നടക്കുമെന്നൊന്നും. വളരെ സന്തോഷം. അന്ന് വെറുതെ നമ്മളെ കൂടെ അങ്ങനെ നമുക്ക് കുറേ ഐഡിയാസൊക്കെ പറഞ്ഞു തരും. നമ്മൾ ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, എഴുത്തുകാർക്ക് ഉണ്ടാകുന്ന കുറേ കഴിയുമ്പോൾ ഈ സാധനം അവിടെ സ്റ്റക്കാവും. പിന്നെ അന്ന് നമ്മൾ എഴുതിയാൽ ശരിയാവില്ല. അപ്പോൾ ആ സമയത്ത് നല്ല ടേണിംഗ് പോയിന്റ് ഐഡിയാസൊക്കെ പുള്ളിക്കാർ പറഞ്ഞു ഇതിങ്ങനെ ഇദ്ദേഹം അടക്കം കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. അങ്ങനെ വേണ്ട അപ്പം എങ്ങനെയാണ് നല്ലത് എന്നുള്ളതൊക്കെ.
പിന്നെ അതൊക്കെ ഒരു സപ്പോർട്ടാണ്. വീട്ടിൽ വന്നിട്ട് അതൊന്ന് എടുത്തു വെച്ച് കിടക്കാൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയി. പിന്നെ നമുക്ക് ഈ സ്ക്രിപ്റ്റിനോടെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു സമീപനം കാരണം ഒരു പക്ഷേ അത് വല്ലാത്തൊരു സപ്പോർട്ടായിരിക്കും. കാരണം അവിടുത്തെ ടെൻഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കതിന് ഈ പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. ഈ പുള്ളി കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? അഭിനയമൊക്കെ കൊള്ളാവോ? പറഞ്ഞത് നേരാണ്. അതിന്റെ മുമ്പ് ഒരു ഏതാണ് അച്ഛനൊരു വാഴ വെച്ചു. കുഴപ്പമില്ല, ഭാവിയുണ്ട്. അതെ അതെ. എന്തായാലും ഈ സിനിമ നിങ്ങൾ കാത്തിരിക്കുകയാണല്ലോ അല്ലേ കാണാൻ വേണ്ടിയിട്ട്? ഓക്കെ. അപ്പോൾ ഫെബ്രുവരി 2 സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവിധ ആശംസകളും. സിനിമ ഒരു വലിയ വിജയമാവട്ടെ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ റോളുകൾ തരട്ടെ, ചെറിയ റോളാണെങ്കിൽ അല്ലേ. പിന്നെ മോനെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. താങ്ക് യു.